ഹലോ മക്കളെ, വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലടാ. അപ്പോൾ എല്ലാവരും കളിച്ച് നടക്കുകയാണ് എന്നറിയാം. അതിനിടയിൽ നിങ്ങൾ ഏതെങ്കിലും ക്യാമ്പുകൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുക്കുന്നുണ്ടോ? നല്ലതാണ് കേട്ടോ. അടുത്തൊക്കെ ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കണം. നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, ഇത്തരം ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ വെക്കേഷനൊക്കെ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ ക്യാമ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ചൂടും കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. ഞാൻ എൻ്റെ മോളെ ഇപ്പോൾ ഒരു ക്യാമ്പിലൊക്കെ അയച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളിനി വലിയ കുട്ടികളായില്ലേ, 8ാം ക്ലാസ്സിലായി. അയ്യോ, കളിച്ച് നടന്ന മക്കളാണ്, പെട്ടെന്ന് അങ്ങ് വലുതായി ഹൈസ്കൂളിലേക്ക് കയറാൻ പോവുകയാണ്. ചിരി വരുന്നുണ്ടോ ഞാനിത് പറയുമ്പോൾ, വലിയ കുട്ടികളായി എന്നൊക്കെ പറയുമ്പോൾ? പക്ഷേ മക്കളെ, അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. നമ്മൾ CM കിഡ്സ് സ്കോളർഷിപ്പ് UP എന്നൊക്കെ പറഞ്ഞ USS പരീക്ഷയൊക്കെ എഴുതിയ മക്കളൊക്കെയാണ്. എഴുതാത്തവരും ഉണ്ടാവും. 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് NMMS എന്ന് പറയുന്ന ഒരു പരീക്ഷ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ പരീക്ഷകളുടെ കാലമാണ് ഇനി. പക്ഷെ അത് തുടക്കം മുതൽ പഠിച്ചാലേ വലിയൊരു കീറാമുട്ടിയൊന്നും അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറുക്ക് വഴിയൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ വന്നിരിക്കുന്നത്. അതിനെല്ലാം അപ്പുറം മലയാളം എന്ന് പറയുന്ന ഏറ്റവും മധുരമുള്ള ഭാഷ അല്ലേ, ഏറ്റവും മധുരമുള്ള ഭാഷയല്ലേ മലയാളം. മലയാളികൾക്ക് ഏറ്റവും മധുരമുള്ള ഭാഷ മലയാളമാണ്. എന്നാൽ അങ്ങ് കർണാടകയിൽ പോയിട്ട് അവരോട് ഏറ്റവും മധുരമുള്ള ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അവർ പറയോ മലയാളമാണ് എന്ന്? ഇല്ല അല്ലേ. കല്ലെടുത്തെറിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർക്കത് കന്നഡയായിരിക്കും. തമിഴ്നാട്ടിൽ പോയാൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഷ എന്നത് തമിഴായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ മാതൃഭാഷയാണ് ഏറ്റവും മധുരമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായത്, ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അവർ ചിന്തിക്കുന്ന ഭാഷ അല്ലേ. നമ്മളെല്ലാം മലയാളത്തിലല്ലേ ചിന്തിക്കാറ്? മറ്റേതെങ്കിലും ഭാഷയിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഏറ്റവും മധുരമുള്ള ഭാഷയായ മലയാളം 8ാം ക്ലാസ് മുതൽ എന്താണ്, ഇതുവരെ പഠിച്ചതുപോലെയൊന്നല്ല. മാർക്കിൻ്റെ കാര്യം പോലും മാറുകയാണ്. അതുപോലെ പഠന രീതി മാറുകയാണ്. എഴുതാനിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും നാൾ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പേപ്പറിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. 80 മാർക്കിലും 40 മാർക്കിലും ഒക്കെ നമുക്ക് പരീക്ഷകൾ എഴുതാൻ വരുന്നുണ്ട് അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം തുടക്കം മുതൽ തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങുക. അവസാനത്തേക്ക് വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാളത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉദാഹരണം ടീച്ചർ പറയാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ്വാദനക്കുറിപ്പിനെ പറ്റി അല്ലേ. ആസ്വാദനക്കുറിപ്പ് എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണ്, നമ്മൾ എന്തിനേയും ആസ്വദിക്കുന്ന ആളുകളാണ്. മനോഹരമായതിനെല്ലാം അത്രമേൽ ഭംഗിയോടുകൂടെ നമ്മൾ നോക്കിക്കാണുകയും അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനും നമുക്കിഷ്ടമാണ്. നല്ലൊരു കാഴ്ച കണ്ടാൽ നമ്മളത് മറ്റൊരാളോട് വർണ്ണിച്ചു കൊടുക്കാറില്ലേ? നല്ലൊരു സിനിമ കണ്ടാൽ നമ്മൾ വർണ്ണിച്ചു കൊടുക്കാറില്ലേ? അതുപോലെ പരീക്ഷയ്ക്ക് സാധാരണ തരാറുണ്ട് ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ. അത് വായിച്ചിട്ട് അത് നിങ്ങൾ എങ്ങനെ ആസ്വദിച്ചു എന്നത് നമ്മൾ ഭംഗിയായിട്ട് എഴുതി വെക്കണം അല്ലേ. ഇപ്പോൾ ടീച്ചർ എഴുതിയ ഒരു കവിതയാണ് എൻ്റെ ഗ്രാമം. എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന കവിത ഞാൻ എഴുതാൻ കാരണം എൻ്റെ ഗ്രാമത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് അല്ലേ. മനസ്സിൻ്റെ മായികക്കൂട്ടിലുണ്ട് എപ്പോഴും മധുരമാമൻ ഗ്രാമ ചിത്രഭംഗി, അതിരണിക്കാടുകൾ കുശലം പറയുന്ന വഴികളിലൂടെ നടന്ന കാലം, പേരറിയാത്ത മരത്തിൻ്റെ നിഴലിൽ കൊത്തങ്കലാടിക്കളിച്ചോരു ബാല്യവും, പട്ടുപാവാടയും ധാവണിപ്രായവും, അമ്മയെ പോൽ നോക്കി നിന്ന ഗ്രാമം, എന്നമ്മയെ പോൽ നോക്കി നിന്ന ഗ്രാമം. ഈ ഒരു കവിത നമ്മൾ ഉദാഹരണം എടുക്കുകയാണ്. മലയാളത്തിൻ്റെ വലിയ വലിയ കവികളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കവിതകൾ. പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ ഒരു കവിത എടുത്തിട്ട് ഉദാഹരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞുതരാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കവിത എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ കവിതയെപ്പറ്റി ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് ആരെഴുതി, കവിതയുടെ പേരെന്താണ്, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എൻ്റെ കവിതയാകുമ്പോൾ എൻ്റെ പേര് എഴുതണോ അല്ലേ? കവിതയുടെ പേര് എഴുതുമ്പോൾ എൻ്റെ ഗ്രാമം എഴുതണോ? എന്തിനെ കുറിച്ചാണ് കവിതയിലെ? ഗ്രാമത്തിനെ കുറിച്ചാണ്. താഴോട്ട് കവിതയുടെ ബാക്കി വരികളൊക്കെ വേണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതിലേക്ക് വരുന്ന സമയത്ത് ആ ഗ്രാമത്തിൻ്റെ ഭംഗി, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അല്ലേ, അതൊക്കെയാണ് അതിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് താളത്തിൽ ചൊല്ലാൻ പറ്റുമെങ്കിൽ ആ കവിതയ്ക്ക് താളഭംഗിയുണ്ട് എന്നാണ്. അക്ഷരങ്ങളും വാക്കുകളൊക്കെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ശബ്ദ ഭംഗിയുണ്ട് എന്നാണ്. ചില പ്രയോഗങ്ങൾ അതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രയോഗ ഭംഗിയുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. സോ ഇതെല്ലാം ചേർത്ത് കൊണ്ട് വേണം ഒരു
ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. ഇതൊന്നും ഒരു കുഞ്ഞു വീഡിയോയിലൊന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യോദ്ധ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് 8ാം ക്ലാസ്സിൽ. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക. വിഷു ഓഫർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, മെയ് 10 വരെയുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, യോദ്ധ ബാച്ചിലേക്ക് വരിക. നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം കേട്ടോ.